എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ തിരുവല്ലയിൽ നല്ലൊരു ഒത്തൻറ്റിക് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താനായിട്ടാണ്. ആ ഷോപ്പിൻ്റെ പേരും ബിരിയാണി സ്പോട്ട് എന്നാണ്. ഇന്ന് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഗ്രാൻഡ് ഓപ്പണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്കിവിടെ ടേക്ക് അവേ കൗണ്ടർ മാത്രമേ ഉള്ളൂ. ടേക്ക് അവേ കൗണ്ടറേ ഉള്ളൂ. MC റോഡിൻ്റെ സൈഡിലാണ്. തിരുവല്ലയിൽ നിന്നും ചെങ്ങന്നൂർ പോകുമ്പോൾ തോലശ്ശേരി ജംഗ്ഷൻ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ആണ്. തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് അവൈലബിൾ ആണ്. കാർ നിർത്തി പോയി ഇറങ്ങി മേടിക്കാനുള്ള ഒരു സൗകര്യം വളരെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്. സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും അവൈലബിൾ ആണ്. അപ്പം ബിരിയാണി സ്പോട്ട് എന്ന് പറയുന്നത് ഒത്തൻറ്റിക്കായിട്ട് ഒരു ബിരിയാണി തിരുവല്ലയിൽ കിട്ടാനില്ല. അതിനൊരു പരിഹാരമായിരിക്കും മിക്കവാറും ബിരിയാണി സ്പോട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് കമൻറ്റെങ്കിലും ഇടുക. കാര്യം എന്താ പറഞ്ഞത്, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാപനം കൂടാണ്. അപ്പം നന്നായിട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബിരിയാണി സ്പോട്ടിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. എല്ലാവരും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. ഇങ്ങനൊരു സ്പോട്ടുണ്ടെന്ന് മറ്റുള്ളവരെ കൂടി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണി സ്പോട്ടിലെ അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി സ്പോട്ട് എന്നുള്ള വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ സിമ്പിൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് അവരുടെ ആൾക്കാർ വന്നിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫംഗ്ഷനും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അകത്തോട്ട് കയറിയാൽ ഇവിടെ ആക്ച്വലി ഇരിക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ചെയർ പോലും ഇടാതെ. ഇപ്പോൾ നമുക്ക് നോക്കണം അത് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അകത്താണെങ്കിലും നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പ്. അപ്പം ബിരിയാണി ആക്ച്വലി ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തുവാ കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ ഈ റൈസ് ഉണ്ടല്ലോ, റൈസും ചിക്കനും ഒരുമിച്ചിട്ട് അതേ ഫ്ലേവറില്ല, അതായത് ആ ചിക്കൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ ഈ റൈസിൽ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഒരു ഒത്തൻറ്റിക് ഫീലാണ് ബിരിയാണിക്ക്. ഓക്കെ, അപ്പം അത് പൊട്ടിച്ചിട്ട് മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ മിക്സിങ് വാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസാല വല്ലയിടത്തായിട്ട് കിടക്കും, പല പ്രശ്നങ്ങളുണ്ടാകും. അതാണ് ഇങ്ങനത്തെ ബിരിയാണിക്കുള്ള ഒരു മെയിൻ പ്രോബ്ലം. നമ്മൾ ഇവിടുത്തെ ലോക്കൽ ബിരിയാണി അറിയാമല്ലോ. ഇനി ദം ബിരിയാണി തന്നെയാണെങ്കിലും ദം ബിരിയാണിയെക്കാട്ടിലും കുറച്ചുകൂടെ ഈ ഒരു ദമ്മിന് പ്രാധാന്യമുണ്ട്. കാര്യം അതങ്ങനെ കിടന്ന് വേവുന്നതായതുകൊണ്ട് കറക്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താ പറയുന്നത് പാത്രത്തിൽ ആ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് റൈസും പീസും പിന്നെ മസാല ഇതായ ചിക്കനും റൈസും എല്ലാം കൂടെ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പണി പാളിപ്പോൾ. അതുകൊണ്ട് മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് പാഴ്സൽ ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം ചിക്കൻ്റെ പീസ് നമുക്കിപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത് രണ്ട് നല്ല പീസ്, നല്ല 2 പീസും ബാക്കി റൈസും പിന്നെ സാലഡ്, പിക്കിള്, പിന്നെ ഒരു ചെറിയ ഒരു ഇതുകൂടെ ഉണ്ട് കേട്ടോ, ഒരു എന്താ പറയുക സ്വീറ്റ് കൂടെ. അപ്പം ഡെയിലി സ്വീറ്റ് എന്തെങ്കിലും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഒതൻറ്റിക്കായിട്ടുള്ള ഒരു ബിരിയാണി ആണ്. നമുക്ക് തിരുവല്ലയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. അപ്പോൾ ഇത് ബിരിയാണി സ്പോട്ട് എന്ന് പറഞ്ഞ് ഓൾറെഡി ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിൽ കവറിൽ. പിന്നെ സാലഡ്സിൻ്റെയും ഈ സ്വീറ്റ്സിൻ്റെയും ഈ പിക്കിളിൻ്റെയും ഒക്കെ ചെറിയ ഇതിൽ അതും എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ബിരിയാണിയിലൂടെ വരുന്ന ഒരു പാക്കേജിൽ വരിക. ഇതിൽ പപ്പടമില്ല കേട്ടോ. പിന്നെ എക്സ്ട്രാ വരുന്നത് ഇവിടെ വേറെ ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പം ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് ഇപ്പം നിലവിലുള്ളത്. ബീഫ് ബിരിയാണി ഉടനെ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രീ ഓർഡർ ഒരു 10 നമ്പേഴ്സിന് മേളിൽ ഓർഡർ കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതാണ്. അത് നമ്മൾ വീഡിയോ കണ്ടിട്ട് BST എന്നാണ് പറയേണ്ടത് കേട്ടോ. ബിരിയാണി സ്പോട്ട് തിരുവല്ല BST ഇത് പറയാമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, അല്ല കബാബ് എന്ന് പറയും. കബാബ് ഒരു കബാബിൻ്റെ ടേസ്റ്റാണ്, പക്ക ഒരു ഫ്രൈ ഒന്നുമല്ല, എന്നാൽ ഒരു കബാബ് ഫ്രൈ ടേസ്റ്റ്. അങ്ങനെ കാര്യമായിട്ട് ഉള്ള ഒരു എന്താ പറയുക മസാലയുടെ കുത്തലുള്ള ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ട്രൈ ചെയ്യാം. അപ്പം ബിരിയാണി സ്പോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. മെയിൻ ഹൈലൈറ്റ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, ഡെലിവറി ഉണ്ട്, സൊമാറ്റോയിൽ അവൈലബിൾ ആണ്. അപ്പം ഒത്തൻറ്റിക്കായിട്ടുള്ള ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ബിരിയാണി സ്പോട്ടിലെ ബിരിയാണി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബൈ.